ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമന്നാരായണീയം ദശകം 6. വിരാട് പുരുഷോത്പത്തി രൂപേണ ഭഗവാന്റെ ശരീരോത്പത്തിയെക്കുറിച്ച് വിവരിച്ചു. അതിനുശേഷം ആ ശരീരത്തിലെ അവയവഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കും വിധത്തിൽ പ്രപഞ്ചരൂപമായ ആ ശരീരത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. വിശേഷേണ രാജിക്കുന്നത് വിരാട്. ഇവിടെ ഭഗവത് സ്വരൂപത്തിലെ അവയവങ്ങളെല്ലാം പ്രത്യേകം തെളിഞ്ഞു പ്രകാശിക്കുന്നു എന്നർത്ഥം. പ്രപഞ്ചമൊട്ടാകെ ഭഗവത് സ്വരൂപമായി കാണുന്ന ഈ വിരാട സ്വരൂപത്തിൻ്റെ വിവരണം വേദപ്രസിദ്ധമായ പുരുഷ സൂക്തത്തിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ കാലപ്പഴക്കമാകട്ടെ ഇന്ന് വരെ അജ്ഞാതവുമാണ്. പാതാളം, രസാതലം, മഹാതലം ഈ മൂന്നും അധോലോകങ്ങൾ എന്നറിയപ്പെടുന്നു. 7 ലോകങ്ങളിൽ ഏറ്റവും അടിയിൽ നിന്നും തുടങ്ങി ക്രമത്തിൽ മേലെ മേലെ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചിരിക്കുന്നു. ശ്ലോകം 1. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗത്മയതാം ഗതസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദോർധ്വദേശം അഭി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഹേ ഈശ, അല്ലയോ സർവശക്തനായ ഭഗവാനെ, ഏവം ചതുർദശ ജഗത്മയതാം ഗതസ്യ തവ, ഇപ്രകാരം 14 ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന നിൻ തിരുവടിയുടെ പാദതലം പാതാളം വദന്തി, ഉള്ളം കാലിനെ പാതാളമെന്ന് പറയുന്നു. ഹേ ദേവ, പ്രകാശസ്വരൂപ, തേ പാദോർധ്വദേശം അഭി രസാതലം വദന്തി, അങ്ങയുടെ പുറവടി രസാതലമെന്ന് പറയുന്നു. ഹേ അദ്ഭുതാത്മൻ, അല്ലയോ അദ്ഭുതരൂപേണ, ഗുൽഭദ്വയം 2 നെരിയാണികൾ, കണം കാലുകൾ, മഹാതലം ഖലു വദന്തി മഹാതലമെന്ന് പറഞ്ഞു വരുന്നു. അല്ലയോ അദ്ഭുത സ്വരൂപനായ ഭഗവാനെ, 14 ലോകങ്ങളാകുന്ന സ്വരൂപത്തോടുകൂടിയ അങ്ങയുടെ കാലടികൾ പാതാളമെന്നും മേൽഭാഗം അതായത് പുറവടി രസാതലമെന്നും നരിയാണികൾ മഹാതലമെന്നും പറയപ്പെടുന്നു. അടുത്തു വരുന്ന 2 ശ്ലോകങ്ങളിൽ 7 7 14 ലോകങ്ങളും വിരാട് സ്വരൂപത്തിൻ്റെ ഏതേത് അംശങ്ങളാണെന്ന് വിവരിക്കുന്നു. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ശ്ലോകം 2. ജംഘേ തലാതലമധോ സുതലം ച ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണേ. ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വൈ ക്ഷോണീതലം ജഗന അംബര അംഗ നാഭി വക്ഷഃ ച ചക്രനിലയ തവ ചക്രപാണേ. ഹേ അംഗ ചക്രപാണേ, തവ ജംഘേ തലാതലം, ഹേ ചക്രപാണിയായ ഭഗവാനെ, നിൻ തിരുമേനിയുടെ 2 കാൽവണ്ണകൾ തലാതലമെന്നും ജാനു സുതലം ച കാൽമുട്ടുകൾ സുതലമെന്നും കിഞ്ച ഊരുഭാഗയുഗളം വിതലാതലേ ദ്വൈ 2 തുടകൾ വിതലം അതലം എന്നും രണ്ടാണെന്നും ജംഘനം ക്ഷോണീതലം അരക്കെട്ട് ഭൂലോകമെന്നും നാഭിഹി അംബരം വക്ഷഃ
ശക്രനിലയ ച, നാഭി ആകാശമെന്നും മാറിടം സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു. തലാതലം, സുതലം, വിതലം, അതലം ഇവ 4 അധോലോകങ്ങളിൽപ്പെടുന്നു. ഭൂലോകം മുതൽക്കുള്ള 7 ഊർധ്വലോകങ്ങളാകുന്നു. അല്ലയോ ചക്രപാണേ, അങ്ങയുടെ കണങ്കാലുകൾ തലാതലവും കാൽമുട്ടുകൾ സുതലവും തുടകളുടെ അടിഭാഗം വിതലവും മേൽഭാഗം അതലവും അരക്കെട്ട് ഭൂതലവും നാഭി ആകാശവും മാറിടം സ്വർഗവുമാകുന്നു. ജംഘേ തലാതലമധോ സുതലം ച ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ. ശ്ലോകം 3. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തബസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാമഹഃ തവ മുഖം ച ജനാഃ തവ തു ഫാലം ശിരഃ തവ സമസ്തമയസ്യ സത്യം ഏവം ജഗത്മയതനോ ജഗദാശ്രിതൈ അപി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവാൻ നമസ്തേ. തവ ഗ്രീവാമഹഃ മുഖം ച ജനഃ ഫാലം തു തപഃ സമസ്തമയസ്യ തവ ശിരഃ സത്യം. നിൻ തിരുവടിയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റിത്തടമാകട്ടെ തപോലോകവും സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവും ആകുന്നു. ഹേ ജഗന്മയധനോ ഭഗവൻ ഏവം ജഗദാശ്രിതൈഃ അന്യൈഃ അപി നിബന്ധവപുഷേ തേ നമഃ. അല്ലയോ ജഗദ്രൂപമായ ശരീരത്തോടുകൂടിയിരിക്കുന്ന ഭഗവാനെ, ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ നിൻ തിരുവടിക്ക് നമസ്കാരം. സമസ്ത ലോകസ്വരൂപനായ നിൻ തിരുവടിയുടെ കഴുത്ത് മഹർലോകവും മുഖം ജനലോകവും നെറ്റി തപോലോകവും ശിരസ് സത്യലോകവുമാകുന്നു. ഇപ്രകാരം ലോകത്തിലുള്ള മേൽപ്പറയുവാൻ പോകുന്നവയായാലും ഘടിപ്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ അങ്ങയ്ക്കായിക്കൊണ്ട് അല്ലയോ ഭഗവാനെ നമസ്കാരം. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തബസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ശ്ലോകം 4. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദാ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. ത്വദ്ബ്രഹ്മരന്ധ്രപദം ഈശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാഃ തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. ഹേ വിശ്വകന്ദ ഈശ്വര, ത്വദ്ബ്രഹ്മരന്ധ്രപദം ഛന്ദാംസി, പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ, അവിടുത്തെ സുഷുപ്നാഗ്രഭാഗം ബ്രഹ്മരന്ധ്രസ്ഥാനം വേദങ്ങളാകുന്നു. ഹേ കേശവ, തവ കേശപാശാഃ ഘനാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ നേത്രേ സവിതാ ച. ഹേ കേശവ, നിൻ തിരുവടിയുടെ വിശേഷപ്പെട്ട തലമുടി മേഘങ്ങളാകുന്നു. ശോഭയേറിയ പുരികങ്ങൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനവും കൺപോളകൾ രാപ്പകലുകളും
കണ്ണുകൾ സൂര്യനുമാകുന്നു. അല്ലയോ ജഗൽകാരണഭൂതനായുള്ള പ്രപഞ്ചത്തിന് കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ, അങ്ങയുടെ ബ്രഹ്മരന്ധ്രസ്ഥാനം വേദങ്ങളും അങ്ങയുടെ വിശേഷപ്പെട്ട തലമുടി മേഘങ്ങളുമാകുന്നു. ശോഭയേറിയ പുരികങ്ങൾ ബ്രഹ്മാവിൻ്റെ ഗ്രഹവും, കൺപീലികൾ ഇമൈകൾ രാത്രിയും പകലും, കണ്ണുകൾ സൂര്യനുമാകുന്നു. ഇതുകൂടാതെ മകരകുണ്ടലങ്ങൾ സാംഖ്യവും യോഗവും വെൺകൊറ്റക്കുട വൈകുണ്ഠലോകവും ആകുന്നുവെന്ന് മറ്റുള്ളതും കൂടി സങ്കല്പിച്ചു കൊള്ളുക. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ശ്ലോകം 5. നിശേഷ വിശ്വരജനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ. വിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷഃ കർണൗ ദിശഃ അശ്വിയുഗളം തവ നാസികേ ദ്വൈ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാഃ ച ദശനാഃ ശമനഃ ച ദംഷ്ട്രാ. ഹേ ഭഗവൻ, തവ കടാക്ഷമോക്ഷഃ നിശേഷ വിശ്വരചനാ ച. അല്ലയോ ഭഗവാനെ, നിൻ തിരുവടിയുടെ ലീലാകടാക്ഷങ്ങൾ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടിക്രിയയാകുന്നു. കർണൗ ദിശഃ ചെവികൾ ദിക്കുകളും, ദ്വൈ നാസികേ അശ്വിയുഗളം 2 നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരും, അധരോത്തരോഷ്ടൗ ലോഭത്രപേ ച മേലും കീഴുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭവും ലജ്ജയും, ദശനാഃ താരാഗണാഃ ച ദംഷ്ട്രാ ശമനഃ ച പല്ലുകൾ നക്ഷത്രജാലവും ദ്രംഷ്ട്രം യമനുമാകുന്നു. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ. ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയഃ സ്വരഗണാമുഖരന്ധ്രമഗ്നിർദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവാ. മായാ വിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാ ജലം ഭജനമീശ ശകുന്തപംക്തിഃ സിദ്ധാദയഃ സ്വരഗണാഃ മുഖരന്ധ്രമഗ്നിർദേവാ ഭുജാഃ സ്തനയുഗം തവ ധർമ്മദേവഃ. ഹേ ഈശ, തവ വിലാസഹസിതം മായാ. അല്ലയോ സർവനിയന്താവേ, നിൻ തിരുവടിയുടെ ലീലാമന്ദസ്മിതം മായയും, ശ്വസിതം സമീരഃ ജിഹ്വാജലം ഭജനം ശകുന്തപംക്തിഃ ശ്വാസോച്ഛ്വാസം കാറ്റും, നാക്ക് വെള്ളവും, വാക്ക് പറവകളും, സ്വരഗണാഃ സിദ്ധാദയഃ മുഖരന്ധ്രം അഗ്നിഃ ഭുജാഃ ദേവാഃ സ്തനയുഗം ധർമ്മദേവഃ. സ്വരഗണങ്ങൾ സിദ്ധാദികളും, വായ് അഗ്നിയും, കൈകൾ ദേവന്മാരും, സ്തനദ്വയം ധർമ്മദേവനുമാകുന്നു. അങ്ങയുടെ കളിപ്പുഞ്ചിരി മായയും, ശ്വാസം വായുവും, നാവ് ജലവും, വാക്ക് പക്ഷിസമൂഹവും, ഷഡ്ജാതിസ്വരങ്ങൾ
സിദ്ധന്മാരും വായ അഗ്നിയും ഭുജങ്ങൾ ദേവന്മാരും സ്തനങ്ങൾ രണ്ടും ദേവതാമൂർത്തിയും ധർമ്മവും ആകുന്നു. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാമുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവാ. ശ്ലോകം 7. പൃഷ്ഠം ത്വധർമ്മ ഇഹ ദേവ മനഃ സുധാംശുർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷാം കുക്ഷിഃ സമുദ്രനിവഹാ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രാ. പൃഷ്ടം തു അധർമ്മഃ ഇഹ ദേവ മനഃ സുധാംശുഃ അവ്യക്തം ഏവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭഃ പ്രജാപതിഃ അസൗ വൃഷണൗ ച മിത്രഃ. ഹേ അംബുജാക്ഷ ദേവ തേ പൃഷ്ടം തു അധർമ്മഃ. താമരക്കണ്ണനായ ഭഗവാനെ അവിടുത്തെ പുറമാകട്ടെ അധർമ്മമാക്കുന്നു. ഇഹ മനഃ സുധാംശുഃ ഹൃദയാംബുജം അവ്യക്തം ഏവ കുക്ഷിഃ സമുദ്ര നിവഹാഃ. ഈ വിഗ്രഹത്തിൽ മനസ്സ് ചന്ദ്രനും ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയും ഉദരം സമുദ്രങ്ങളും വസനം തു സന്ധ്യേ വസ്ത്രം 2 സന്ധ്യകളും ശേഭഃ പ്രജാപതിഃ വൃഷണൗ അസൗ മിത്രഃ ച. ശേഭം പ്രജാപതിയും വൃഷണങ്ങൾ മിത്രനുമാകുന്നു. അവ്യക്തമെന്നാൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുമ്പുള്ള ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ. അല്ലയോ ദേവ, അങ്ങയുടെ പിൻഭാഗം അധർമ്മവും മനസ്സ് ചന്ദ്രനും ഹൃദയം അവ്യക്തവും 3 ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ആകുന്നു. അല്ലയോ അംബുജാക്ഷ, വയർ 7 സമുദ്രങ്ങളും വസ്ത്രം 2 സന്ധ്യകളും ഗുഹ്യാവയവം ബ്രഹ്മാവും വൃഷണങ്ങൾ മിത്രനുമാകുന്നു. പൃഷ്ഠം ത്വധർമ്മ ഇഹ ദേവ മനഃ സുധാംശുർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷാം കുക്ഷിഃ സമുദ്രനിവഹാ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രാ. ശ്ലോകം 8. ശ്രോണിസ്ഥലം മൃഗഗണാപദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാ ഗമനം തു കാലഃ വിഭ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരുരുയുഗ്മചരണം കരുണാംബുധേ തേ. തേ ശ്രോണിസ്ഥലം മൃഗഗണാഃ. നിൻ തിരുവടിയുടെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങളും പദയോ നഖാഃ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഃ കാൽനഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും ഗമനം തു കാലഃ സഞ്ചാരം കാലവുമാകുന്നു. ഹേ കരുണാംബുധേ തേ വദനാബ്ജ ബാഹു ചാരുരു യുഗ്മചരണം വിഭ്രാതിവർണഭവനം. അല്ലയോ ദയാസമുദ്രമേ, അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രഹ്മാദി 4 വർണ്ണങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാകുന്നു. കരുണാനിധിയായ ദേവ, അങ്ങയുടെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗസമൂഹവും കാൽനഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും അങ്ങയുടെ ഗതി കാലവുമാകുന്നു. അങ്ങയുടെ മുഖം
ബ്രാഹ്മണരുടെ സ്ഥാനവും, കൈകൾ ക്ഷത്രിയരുടെ സ്ഥാനവും, തുടകൾ വൈശ്യന്മാരുടെ സ്ഥാനവും, കാലുകൾ ശൂദ്രരുടെ സ്ഥാനവുമാകുന്നു. ഈ 4 വർണ്ണങ്ങളും എല്ലാ മനുഷ്യ ശരീരത്തിലും ഉണ്ട് എന്ന് ഈ ശ്ലോകത്തിൽ കൂടി എടുത്തു കാണിക്കുന്നു. ശ്രോണിസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ. ശ്ലോകം 9. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈലാ നാഡ്യഃ സരിത്സമുദയസ്തരവഃ ചരോമാ ജീയാദിദം വപുരനിർവചനീയമീശാ. സംസാരചക്രമയി ചക്രധര ക്രിയാത്തെ വീര്യം മഹാസുരഗണഃ അസ്ഥികുലാനി ശൈലാഃ നാഡ്യഃ സരിസമുദ്ദയഃ തരവഃ ച രോമ ജിയാദ് ഇദം വപുഃ അനിർവചനീയം ഈശാ. അയി ചക്രധര തേ ക്രിയാഃ സംസാരചക്രം. അല്ലയോ ചക്രായുധനായ ഭഗവാനെ, അവിടത്തെ വ്യാപാരങ്ങൾ സംസാരചക്രവും, വീര്യം മഹാസുരഗണഃ വീര്യം അതായത് പരാക്രമം വമ്പിച്ച അസുരകൂട്ടവും, അസ്ഥികുലാനി ശൈലാഹ അസ്ഥികൾ പർവ്വതങ്ങളും, നാഡ്യഃ സരിത്സമുദയഃ നാഡികൾ പുഴകളും, രോമ തരവ ച രോമം മരങ്ങളുമാകുന്നു. ഹേ ഈശ അനിർവചനീയം ഇദം വപുഃ ജീയാത്. ഹേ സർവശക്ത, ഇന്ന പ്രകാരമെന്ന് വിവരിക്കുവാനാകാത്ത ഈ വിശ്വരൂപം സർവോത്കർഷേണ വിജയിക്കട്ടെ. അല്ലയോ ചക്രപാണേ, കയ്യിൽ ചക്രം ധരിച്ചിരിക്കുന്നവനെ, അങ്ങയുടെ പ്രവൃത്തികൾ സംസാരചക്രവും, അങ്ങയുടെ പരാക്രമം അസുരപ്രമാണികളും, അസ്ഥികൾ പർവ്വതങ്ങളും, നാഡികൾ നദികളും, രോമങ്ങൾ വൃക്ഷങ്ങളുമാകുന്നു. അല്ലയോ ഈശ, അങ്ങയുടെ ഈ വിധത്തിലുള്ള ശരീരം ശ്രേഷ്ഠമായി വർത്തിക്കട്ടെ. ഇവിടെ ഭട്ടതിരി വിശ്വരൂപ വിവരണത്തിൻ്റെ ഉപയോഗം എടുത്തു കാണിച്ചുകൊണ്ട് ഈ ദശകത്തെ പ്രാർത്ഥനാരൂപത്തിൽ അവസാനിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ കാണാം. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈലാ നാഡ്യഃ സരിത്സമുദയസ്തരവഃ ചരോമാ ജീയാദിദം വപുരനിർവചനീയമീശാ. ശ്ലോകം 10. ഈദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഈദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹുഃ തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനെ തേ വാതാലയാധിപ നമഃ അസ്തു നിരുന്ധിരോഗാൻ. ഈദൃക് തവ ജഗന്മയ വപുഃ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയം ആഹുഃ. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവിടുത്തെ വിശ്വരൂപസ്വരൂപം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക് കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണെന്ന് അറിവുള്ളവർ പറയുന്നു. ഹേ വാതാലയാധിപ, ഹേ ഗുരുവായൂരപ്പ, തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനെ തേ നമഃ അസ്തു ത്വം മേ രോഗാൻ നിരുന്ധി. ആ വിരാട ശരീരത്തിൻ്റെ അന്തര്യാമിരൂപനായിരിക്കുന്ന നിർമ്മലനായ നിന്തിരുവടിക്ക് നമസ്കാരം.
അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നീക്കുമാറാകണമേ. ഇപ്രകാരമുള്ള നിൻ തിരുവടിയുടെ സർവ്വലോകസ്വരൂപമായ ശരീരം കർമാധികാരികൾക്ക് ഷോഡശോപചാരങ്ങളോട് കൂടിയ പൂജയുടെ ഒടുവിൽ സ്മരിക്കപ്പെടുവാൻ കഴിവുള്ളതാകുന്നു. ഇങ്ങനെയുള്ള വിരാട സ്വരൂപത്തിൻ്റെ അന്തര്യാമിയായും ശുദ്ധസത്വമായ മൂർത്തിയായും ഇരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അല്ലയോ ഗുരുവായൂരപ്പ, ഇതുപോലെ ഉപാസനയ്ക്ക് സമർത്ഥനാകത്തക്കവണ്ണം എൻ്റെ രോഗങ്ങളെ ശമിപ്പിക്കണമേ. ഈ ദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. വിശ്വരൂപം ഭഗവതോ ധ്യായേത് പരമമംഗളം യാത്രാകാലേ ജപേ ഹോമേ ആപത്കാലേ വിശേഷതഃ. ഏത് കർമ്മത്തിൻ്റെയും ആദി മധ്യാന്തങ്ങളിൽ വിശ്വരൂപസ്മരണം ഉത്തമമെന്ന് സിദ്ധിക്കുന്നു. ദശകം 6 പാരായണം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ ജംഘേ തലാതലമധോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർവക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദാ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാം ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ നിശേഷ വിശ്വരജനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്വിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവൻ അധരോത്തരോഷ്ഠൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിർദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവാ പൃഷ്ഠം ത്വധർമ്മ ഇഹ ദേവ മനഃ സുധാംശുർ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷാം കുക്ഷിഃ സമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേഭപ്രജാപതിരസൗ വൃഷണൗ ച മിത്രാ ശ്രോണിസ്ഥലം മൃഗഗണാപദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലാ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേ തേ സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥികുലാനി ശൈലാ നാഡ്യഃ സരിത്സമുദയസ്തരവഃ ചരോമാ ജീയാദിദം വപുരനിർവചനീയമീശ ഈദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു
തസ്യാന്തരാത്മവപുഷേ വിമലാത്മനെ തേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.